നേതാവെന്ന നിലയിൽ പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ വി എസ് നിറഞ്ഞാടിയ സമരഭൂവിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. വി എസിന് തുല്യം വി എസ് മാത്രം എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പങ്കാളിത്തമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് മതിയാകുന്നില്ല വി എസ് നേതാവിനെ കണ്ട്, അവർക്ക് മതിയാകുന്നില്ല വി എസ് നേതാവിനെ അടുത്തറിഞ്ഞ്, അവർക്ക് മതിയാകുന്നില്ല വി എസിന്റെ ഈ വീരേതിഹാസങ്ങൾ കേട്ട് അദ്ദേഹത്തെ യാത്രയേക്കാൻ അത്രയധികം ആത്മാർത്ഥമായി, അത്രയധികം ചങ്കിൽ തട്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച്. ഒരുപക്ഷെ അത്ഭുതം തോന്നാം, എങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം സെക്രട്ടേറിയറ്റ് AKG സെന്റർ ഭാഗത്തേക്ക് വിഎസിന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ മുതലുള്ള ജനങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകരുടെ ആവേശം, എങ്ങനെയാണ് അവർ അത്ര അധികം മണിക്കൂറുകൾ തുടർച്ചയായി ഒരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് അതിനുള്ള ഊർജ്ജം നൽകിയത്? കാരണം ആ ഊർജ്ജത്തിന്റെ പേര് വി എസ് എന്നായിരുന്നു. ആ ഊർജ്ജം വി എസ് ആണ് നൽകിയത്. ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും മങ്ങാത്ത ഊർജ്ജ പ്രവാഹമായിരുന്നു വി എസ്. 80കളുടെ മധ്യത്തിൽ ഒരു നേതാവ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. ആ മുഖ്യമന്ത്രി ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു. 80കളിൽ അദ്ദേഹം കയറിപ്പോകാത്ത മലകളില്ല, അദ്ദേഹം കയറിപ്പോകാത്ത ദേശങ്ങളില്ല, അദ്ദേഹം ഇടപെടാത്ത വിഷയങ്ങളില്ല. അത്തരമൊരു ഊർജ്ജ സ്രോതസ്സായിരുന്നു വി എസ്. അതുകൊണ്ട് അത്തരമൊരു നേതാവിന് യാത്രയപ്പ് നൽകുമ്പോൾ ഇതിലും കുറഞ്ഞെങ്ങനെ ഊർജ്ജം ചെലവാക്കും, ഇതിനും കുറഞ്ഞ് എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് സാധാരണക്കാരായ അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ ആരാധകർ. അതിന് പക്ഷേ രാഷ്ട്രീയ ഭേദമില്ലായിരിക്കാം. CPM-ന്റെ ആഹ്വാനപ്രകാരം വന്ന ആളുകളായിരിക്കില്ല, CPM-ന്റെ താല്പര്യപ്രകാരം വന്ന ആളുകളായിരിക്കില്ല. അതിൽ കോൺഗ്രസുകാരുണ്ടാകാം, അതിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തകരുണ്ടാകാം. കാരണം വി എസ് അവർക്കൊക്കെ പ്രതീക്ഷയായിരുന്നു, വി എസ് അവർക്കൊക്കെ ഒരു വെളിച്ചമായിരുന്നു. ആ വെളിച്ചമാണ് അണഞ്ഞത്. ഇതിലെ വി എസിന്റെ മരണവാർത്ത പുറത്തു വന്നതുകൊണ്ട് എപ്പോഴും വി എസിന് കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന്റെ സഹായി PA സുരേഷ് പറഞ്ഞതുപോലെ വി എസ് ഒരു കാവലാളായിരുന്നു, നീതിയുടെ കാവലാളായിരുന്നു. വി എസ് ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു വിളക്കായിരുന്നു. എവിടെ സ്ത്രീകൾക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, അവിടെ അവതരിക്കും വി എസ് എന്ന ചരിത്ര പുരുഷൻ, അവിടെ അവതരിക്കും വി എസ് എന്ന നേതാവ്, അവിടെ പരിഹാരമുണ്ടാക്കും. സ്ത്രീകളെ തൊട്ടാൽ അവർക്കെതിരെ അനാവശ്യം പറഞ്ഞാൽ അവരെ കയ്യാമം വെച്ച് തെരുവിൽ നടത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് വി എസ്. ആ ഒരു പ്രഖ്യാപനമാകാം ഒരുപക്ഷെ 2006-ൽ വി എസ് എന്ന നേതാവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയത്. ആ ഒരൊറ്റ പ്രഖ്യാപനമായിരിക്കാം വി എസിനെ പാർട്ടി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും വി എസിനെ മത്സരിപ്പിക്കാൻ CPM നേതൃത്വത്തെ നിർബന്ധിതമാക്കിയത്. അത്തരമൊരു നേതാവാണ് കടന്നു പോകുന്നത്. യുഗപ്രഭാവനെന്നും യുഗാന്ത്യമൊക്കെ നമ്മൾ പല നേതാക്കളുടെ മരണത്തിലും നമ്മൾ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരമൊരു യുഗപ്രഭാവൻ തന്നെയാണ് വിട പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ യുഗാന്ത്യമാണിത്. കാരണം ഒരു നൂറ്റാണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ കണ്ട നേതാവ്, ഏതാണ്ട് അരദശാബ്ദത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ നിയന്ത്രിച്ച നേതാവ്, 57-ലെ ആദ്യ സർക്കാരിന്റെ കാലത്ത് അന്ന് ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തുമ്പോൾ അവിടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ എന്ന നേതാവ്. ആ നേതാവിന്റെ ആണ് അന്ന് ഈ സർക്കാർ, അന്നത്തെ EMS സർക്കാർ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നേതാക്കൾ ഒരുമിച്ച് പുന്നപ്രയിൽ രക്തസാക്ഷി കുടീരത്തിൽ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തുമ്പോൾ അവിടെ സ്വാഗതം പറഞ്ഞ നേതാവാണ് VS അച്യുതാനന്ദൻ. എല്ലാ പുന്നപ്ര രക്തസാക്ഷി അനുസ്മരണ ദിനങ്ങളിലും അവിടെ ദീപശിഖ കൈമാറുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ അവസാന പൊതുപരിപാടി ഒരുപക്ഷെ അതൊരു നിമിത്തമാകാം. നിമിത്തത്തിലും അത്തരം വിശ്വാസങ്ങളിലൊന്നും വിശ്വാസമില്ല നേതാവായിരുന്നു VS. പക്ഷേ അവസാനത്തെ പരിപാടിയും അതുതന്നെയായിരുന്നു. VS ആണ് എപ്പോഴും ഈ പുന്നപ്ര രക്തസാക്ഷി ദിനാചരണത്തിന് ദീപശിഖ കൈമാറുന്നത്. അത് അദ്ദേഹത്തിന്റെ അവസാന പരിപാടിയായി മാറിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് ഈ MC റോഡിലൂടെ ദേശീയപാതയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു പോകുന്നത് അതിന് അന്ത്യയാത്രയാണ്. അത്തരമൊരു നേതാവിനെയാണ് കേരള രാഷ്ട്രീയത്തിന്, ഇടതു രാഷ്ട്രീയത്തിന്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന കമ്മ്യൂണിസ്റ്റ്, ഏറ്റവും തലപ്പൊക്കമുള്ള കമ്മ്യൂണിസ്റ്റ്, ഏറ്റവും പ്രവർത്തന പരിചയമുള്ള കമ്മ്യൂണിസ്റ്റ്, അത്തരമൊരു നേതാവാണ് വിട വാങ്ങുന്നത്. തലസ്ഥാനം ഇങ്ങനെയല്ലാതെ എങ്ങനെ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകും? ഇതിൽ കുറെ എന്ത് യാത്രയപ്പാണ് തലസ്ഥാനത്തിന് അദ്ദേഹത്തിന് നൽകാനാവുക? കന്റോൺമെന്റ് ഹൗസും ക്ലിഫ് ഹൗസും ഈ രാജവീതിയും ഒക്കെ VS-ന്റെ ഓരോ സമര ഇതിഹാസങ്ങൾക്കും സാക്ഷിയായ നാടാണ്. അവർക്ക് ഇതിലപ്പുറം എങ്ങനെയാണ് VS-ന് വിട ചൊല്ലാനാകുക? VS അച്യുതാനന്ദൻ നേതാവ് സാക്ഷാൽ CPയുടെ പട്ടാളത്തെ നേരിട്ട നേതാവാണ്. നെഞ്ചുതിരിച്ച് അവരുടെ വെടിയുണ്ടകൾക്കെതിരെ പടപൊരുതിയ നേതാവാണ്. അവിടെ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ നയിച്ച നേതാവാണ്. ആ VS ആണ് വിട വാങ്ങുന്നത്. ആർക്കു മുന്നിലും ഒരിക്കലും അടിപറന്നറാത്ത, ആർക്കു മുന്നിലും ഒരിക്കലും ശിരസ് കുനിക്കാത്ത, ഒരിക്കലും വളയാത്ത തട്ടലിലുള്ള അത്തരം നേതാവാണ് വിട വാങ്ങുന്നത്. കണ്ണേ കരളേ എന്ന് മലയാളികൾ വിളിച്ചെങ്കിൽ അതിനപ്പുറത്ത് VS എന്ന പേര് കൂടി ഉണ്ടായിരുന്നു. കണ്ണേ കരളെ VS എന്നല്ലാതെ മറ്റൊരു പേര് കണ്ണേ കരളെ കൃഷ്ണ സങ്കല്പിക്കാൻ മലയാളികൾക്കാകില്ല. അത്രയധികം ജനങ്ങളോട് ചേർന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. അത്തരമൊരു നേതാവാണ് വിട വാങ്ങുന്നത്. അക്ഷരാർത്ഥത്തിൽ
വിപ്ലവ കേരളം VS-ന് അങ്ങനെ വിട നൽകുകയാണ്. VS പോരാളിയായിരുന്നു, പോരാളികളുടെ പോരാളി എന്ന് അദ്ദേഹത്തെ പലപ്പോഴും മുദ്രാവാക്യങ്ങൾ വിശേഷിപ്പിക്കും. അക്ഷരാർത്ഥത്തിൽ അത്തരമൊരു നേതാവാണ് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനം നെഞ്ചുരുകി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് VS-നെ യാത്രയാക്കുകയാണ്. VS എന്ന അവിസ്മരണീയനായ പോരാളിയെ, അസാധ്യനായ പോരാളിയെ, VS എന്ന ആ ദ്വയാക്ഷരം അത്രയധികം മലയാളികളുടെ നെഞ്ചിൽ വേരൂന്നിയതാണ്, അത്രയധികം ആഴ്ന്നിറങ്ങിയതാണ് VS. ആ VS ആണ് ഇപ്പോൾ തലസ്ഥാനത്തോട്, സമര കേരളത്തോട് വിട പറയുന്നത്. അരുൺ പറയുന്നത് പോലെ നേരിട്ട പോരാട്ടങ്ങൾ, വിജയിപ്പിച്ച പോരാട്ടങ്ങളുടെ എണ്ണം വലുതാണ്. ആ പോരാട്ടങ്ങളൊക്കെ VS നടത്തിയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജനങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ആ വഴിയരിയിൽ കാത്തു നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് കേൾക്കാം, ഇല്ല VS മരിക്കുന്നില്ല എന്ന് പറയുന്ന ആ മുദ്രാവാക്യങ്ങൾ ഒഴുകുകയാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നടത്തിയതിനേക്കാളും ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയ മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് ഇടപെടാൻ മടിക്കുകയോ അല്ലെങ്കിൽ പോരാട്ടം തുടർന്നു പോകാൻ മടിക്കുകയോ ചെയ്തുള്ള ആ ഘട്ടങ്ങളിൽ പോലും മടിയില്ലാതെ VS അതിന് മുന്നിട്ടിറങ്ങി. 1 or 2 ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹം പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചില്ല. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഒക്കെ, ആ കേസുകളിലൊക്കെ VS ഇടപെട്ടത് എടുത്തു പറയണം. ആ സമയങ്ങളിലൊക്കെ പലരും മുഖം ചുളിച്ചപ്പോൾ, ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ, എതിർ ശബ്ദങ്ങൾ ഉയർന്നപ്പോഴൊക്കെ മടിയില്ലാതെ മുന്നോട്ട് പോകും എന്ന് ഉറക്കെ പറഞ്ഞ നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ. 1970-കളിലെ ആലപ്പുഴ പീഡന കേസ് തൊട്ട് അതുപോലും പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരുന്ന കേരളം പോലും ആ വാർത്ത അറിയുന്നത് ആദ്യമായി VS-ന്റെ ഇടപെടലോടുകൂടിയാണ്. പോലീസുകാർ പ്രതിയായ ആ പീഡന കേസ് പുറത്തെത്തിക്കുന്നത്, കർഷക തൊഴിലാളി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസുകാർ തന്നെ പ്രതികളായപ്പോൾ സർക്കാരടക്കം അനങ്ങാപ്പാറയായി നിന്ന സാഹചര്യത്തിൽ ആ വാർത്തകൾ പോലും ജനസമൂഹത്തിന് മുന്നിലേക്ക് വരാതിരുന്ന കാലത്ത് ഇടപെട്ട VS അത് സർക്കാരിനെ കൊണ്ട് പ്രതികൾക്കെതിരെ കേസെടുപ്പിക്കുന്നതിലേക്കുള്ള ഇടപെടൽ നടത്തിച്ചു. അവിടം കൊണ്ട് തീരുന്നില്ല. പിന്നീട് കേരളം കണ്ട എത്രയോ വലിയ പ്രമാദമായിട്ടുള്ള കേസുകൾ, സൂര്യനെല്ലി കേസാണെങ്കിലും കിളിരൂർ കവിയൂർ കേസാണെങ്കിലും ഐസ്ക്രീം പാർലർ കേസിൽ പോലും ഒരുപക്ഷെ ഇടതുപക്ഷം പോലും അതിൽ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിറകിലേക്ക് പോയി, അല്ലെങ്കിലും സമരസപ്പെട്ടു എന്നുള്ള തോന്നൽ വന്നപ്പോൾ പോലും ഹർജിയുമായി സുപ്രീം കോടതി വരെ പോയത് രാഷ്ട്രീയ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദനല്ല, മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. താൻ വഹിച്ചിരുന്ന പദവി ഏതെങ്കിലും ഒരു നിലപാട് മയപ്പെടുത്താനുള്ള അവസരമായിട്ട് കരുതാതിരുന്ന രാഷ്ട്രീയ നേതാവ്. VV അരുൺ നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. അരുൺ, ഇതാണ് സ്ത്രീ സംഘടനകളോട് ഇത്രയേറെ ശക്തിയായിട്ടുള്ള ശക്തി കൊടുത്ത മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല. കേരളം കണ്ടിട്ടുള്ള എല്ലാ പ്രമാദമായിട്ടുള്ള കേസുകളിലും അതിജീവിതകൾക്ക് ആ രീതിയിൽ താങ്ങും തണലുമായി നിന്ന ഒരു നേതാവ്. അങ്ങനെ പുറത്തിറങ്ങി നടക്കാം, സ്ത്രീകൾക്ക് ധൈര്യം നൽകാൻ ഇവിടെ ഒരു നേതാവുണ്ട്, ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് തോന്നിപ്പിച്ച കാലഘട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മാത്രം മതിയായിരുന്നു. അത് തെളിയിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നാട്ടിലെ സ്ത്രീ സമൂഹം പോലും അദ്ദേഹത്തിന് വേണ്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുമ്പോൾ ഈ നാഴികക്കലകൾ, ഈ ഇടപെടലുകളെല്ലാം ഓർമ്മിച്ചു കൊണ്ടുകൂടിയായിരിക്കും അത് കടന്നു പോകുക. ആ രീതിയിലുള്ള ഒരു പങ്കാളിത്തം കൂടി നമ്മളിനി പുന്നപ്പറ വരെ എത്തുമ്പോൾ അത് പ്രതീക്ഷിക്കണം. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അവസാന അന്ത്യാഭിവാദ്യം നൽകുന്നതിലല്ലേ. സ്ത്രീ സമൂഹമടക്കമുള്ള വലിയ പാർട്ടി പ്രവർത്തകരുടെ നിര തന്നെ, ജനങ്ങളുടെ നിര തന്നെ ഈ വഴിയോരത്തും നിറഞ്ഞിട്ടുണ്ടല്ലേ.